വേനൽക്കാല ജലസംഭരണത്തിനായി കാസർഗോഡ് ബാവിക്കര തടയണയുടെ ഷട്ടർ അടച്ചതോടെ ജലസമൃദ്ധമായി പുഴകൾ. കാസർഗോഡ് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ കുടിവെള്ളത്തിനും ജലസേചനത്തിനും ആശ്രയിക്കുന്നത് ബാവിക്കര ജലസംഭരണിയെയാണ്. പയസ്വിനി കരിച്ചേരി പുഴകളുടെ സംഗമസ്ഥാനത്തുള്ള ബാവിക്കര തടയണയുടെ ഷട്ടർ അടച്ചതോടെ പുഴകൾ ജലസമൃദ്ധമായി കഴിഞ്ഞു. ഏകദേശം 300 കോടി ലിറ്റർ വെള്ളം ശേഖരിക്കാൻ ശേഷിയുള്ളതാണ് തടയണ. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 7-നാണ് ഷട്ടർ അടച്ചത്. എന്നാൽ ഇത്തവണ 3 ആഴ്ച മുമ്പേ ഷട്ടർ സ്ഥാപിച്ചു. 3 മീറ്റർ ഉയരത്തിൽ തടയണയിൽ വെള്ളം നിറഞ്ഞു. പയശ്ശേരി പുഴയിൽ പാണ്ടിക്കണ്ടം റെഗുലേറ്റർ വരെ 6.5 കിലോമീറ്ററും കരിച്ചേരി പുഴയിൽ കായക്കുന്ന് BRDC ചെക്ക് ഡാം വരെയുള്ള 6.5 കിലോമീറ്റർ പ്രദേശത്തും വെള്ളമുയർന്നു. 1-ാം പിണറായി സർക്കാരാണ് ജില്ലയുടെ അഭിമാന പദ്ധതിയായ ബാവിക്കര തടയണ കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമാക്കിയത്. കാസർഗോഡ് നഗരസഭ ചെങ്കള, മധൂർ, മുളിയാർ, മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തുകളിൽ കുടിവെള്ളം എത്തിക്കുന്നത് ഇവിടെ നിന്നാണ്. പുഴയുടെ ഇരുകരകളിലുമുള്ള കർഷകർ ജലസേചനത്തിനായി തടയണയെ ആശ്രയിക്കുന്നു. ഈ നാടിനെ സംബന്ധിച്ച് ബാവിക്കര തടയണ ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന മുന്നേറ്റത്തിലൊരു നാഴികക്കല്ലാണ്. ഇപ്പോൾ ഇവിടുന്ന് പാണ്ടിക്കരം കണ്ടം വരെ ഏകദേശം ഒരു 6 കിലോമീറ്റർ നീളം, അതുപോലെ തന്നെ ഇവിടുന്ന് പിന്നെ ആലങ്കടവ് വരെ പിന്നെ ഒരു 5-6 കിലോമീറ്റർ ദൂരം. 2 പുഴയുടെ ഇരുഭാഗത്തുമുള്ള തെങ്ങ് കവുങ്ങ് കർഷകരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് മാറിയിട്ടുണ്ട്. കൂടുതൽ വെള്ളം നിറഞ്ഞാൽ 4 മെക്കാനിക്കൽ ഷട്ടർ ഉപയോഗിച്ച് വെള്ളം ഒഴുക്കിവിട്ട് തടയണയുടെ ശേഷിക്കനുസരിച്ച് ക്രമീകരിക്കും. കൈരളി ന്യൂസ്, കാസർഗോഡ്.